ചോദിച്ചതിലും നീനച്ചതിലും പരമായി എന്നെ നടത്തിയ ദൈവത്തിനു സ്തോത്രം. ചിന്തിച്ചതിലും പറഞ്ഞതിലും പരമായി എന്നെ കരുതിയ ദൈവത്തിനു സ്തോത്രം. ആശ്രയം ഈ ദൈവം എൻ്റെ യേശു, ഈ ദൈവം നല്ലൊരാശ്രയം. ചോദിച്ചതിലും നീനച്ചതിലും പരമായി എന്നെ നടത്തിയ ദൈവത്തിനു സ്തോത്രം. ചിന്തിച്ചതിലും പറഞ്ഞതിലും പരമായി എന്നെ കരുതിയ ദൈവത്തിനു സ്തോത്രം.
പരമാ ചോദിച്ചതിലും നിനച്ചതിലും പരമായി എന്നെ നടത്തിയ ദൈവത്തിനു സ്തോത്രം. ചിന്തിച്ചതിലും പറഞ്ഞതിലും പരമായി എന്നെ കരുതിയ ദൈവത്തിനു സ്തോത്രം. ഈ ദൈവം നല്ല ദൈവം, ഈ ദൈവം എൻ സഹായം, ഈ ദൈവം എൻ്റെ യേശു, ഈ ദൈവം നല്ലൊരാശ്രയം, ഈ ദൈവം എൻ്റെ യേശു, ഈ ദൈവം നല്ലൊരാശ്രയം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം മുതൽ വായിക്കാം. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക. മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ദൈവം ആ സഭയെ അത്യന്തം അനുമോദിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. നിങ്ങളുടെ ദേശത്ത് സഭയുടെ നായകനായിരുന്ന, സഭയെ നടത്തുന്ന നേതാവായിരുന്ന അന്തിപ്പാസിനെ കൊന്നിട്ട് പോലും നിങ്ങൾ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല. വളരെ സഹിഷ്ണുതയുള്ളൊരു സഭയാണ്. നന്മ കർത്താവ് കാണുന്നുണ്ട്. എന്തെല്ലാം നന്മയുണ്ടോ എല്ലാം കർത്താവ് കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് തിന്മ മാത്രം നോക്കുന്നതിനല്ല, കർത്താവ് ഉള്ളതുപോലെ കാണുന്നു. നന്മ കാണുന്നു, തിന്മയും കാണുന്നു. കർത്താവ് നന്മയും കാണിച്ചു തരും, തിന്മയും കാണിച്ചു തരും. നമ്മുടെ പക്ഷത്ത് ഏതെങ്കിലും നന്മയുണ്ടെങ്കിൽ കർത്താവ് കാണാതിരിക്കുകയില്ല. ഏതെങ്കിലും നന്മയുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ശിഷ്യനെന്ന് വെച്ച് ഈ ചെറിയൊരു തന്നെ ഒരു പാനപാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. സ്തോത്രം. അതുപോലും കർത്താവ് കാണുന്നു. ഒരു ദൈവ പൈതലിന് വേണ്ടി, ഒരു ദൈവദാസന് വേണ്ടി, ഒരു ദൈവദാസിക്ക് വേണ്ടി, ശിഷ്യനെന്ന് വെച്ചാൽ ശിഷ്യൻ, ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും ചെറിയ നന്മ നീ ചെയ്താൽ ദൈവം അത് കാണും. ദൈവം അത് കാണാതിരിക്കുകയില്ല. ദൈവം അതിന് പ്രതിഫലം തരികയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ഒരാൾ വലയുന്നു, വിഷമിക്കുന്നു, ഒന്ന് ചെന്ന് കാണാൻ സാധിക്കുക, ചെന്ന് നോക്കാൻ സാധിക്കുക, അതൊരു വാക്ക് പറയാൻ സാധിക്കുക പറ്റുമോ? വിഷമിക്കുന്നു, വലയുന്നു, ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ, ഒരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് രോഗശൈലിയിൽ ഒരാൾ കിടക്കുന്നു. അവിടെ നിന്ന് കടന്നു ചെല്ലാൻ സാധിക്കുമോ നോക്ക്. പുറമെ കടന്നു ചെല്ലുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വാസ്തവമായി സ്വന്തം കുടുംബത്തിൽ സ്വന്തം കുഞ്ഞിന് വരുന്ന വേദന പോലെ, അല്ലെങ്കിൽ രോഗത്തിൻ്റെ കാഠിന്യം കൊണ്ട് നാം വിഷമിക്കുന്നത് പോലെ നാം നമ്മുടെ ഇടയിലുള്ള മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്കൊരു വേദന വരുന്നുണ്ടോ? ഇല്ല പ്രിയരേ, ഇല്ല. നാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നന്മ കർത്താവ് കാണുന്നുണ്ട്, നന്മയും കർത്താവ് കാണുന്നുണ്ട്. എന്താ പറഞ്ഞത്? നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിനക്ക് വിശ്വാസമുണ്ട്, ക്രിസ്തുള്ള വിശ്വാസമുണ്ട്. ആ സഭയിൽ ദൈവമക്കൾ ക്രിസ്തുള്ള വിശ്വാസമുണ്ട്. എത്ര നല്ല കാര്യമാണ്. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമം മുറുകെ പിടിക്കുക. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു പാട്ട് എഴുതി, അത് നിങ്ങൾ കേട്ട് കാണും ചിലപ്പോൾ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ നാമം എൻ്റെ നെറ്റിയിൽ എഴുതണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വചനം പറയാൻ നേരത്ത് കർത്താവിൻ്റെ നാമം എൻ്റെ ചുണ്ടിന്മേൽ എഴുതണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ നാമം എൻ്റെ നാവിന്മേൽ എഴുതണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ തിരുരക്തം നെറ്റിയിൽ പതിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ തിരുരക്തം ചുണ്ടിന്മേൽ പുരട്ടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ തിരുരക്തം നാവിന്മേൽ പുരട്ടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിന് തീക്കനൽ കർത്താവെ നെറ്റിയിൽ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിന് തീക്കനൽ ചുണ്ടിന്മേൽ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിന് തീക്കനൽ നാവിന്മേൽ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ട്? കർത്താവെ, എനിക്ക് സ്വന്തമായി ഒരക്ഷരമില്ല, സ്വന്തമായി ഒരു വാക്കില്ല, സ്വന്തമായി പറയാൻ ഒന്നും കൈവശമില്ല, സ്വന്തമായി പറയാനുള്ള കഴിവില്ല. കർത്താവെ, നിൻ്റെ നാമം സ്വർഗത്തിന് തീക്കനൽ. കർത്താവെ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിന് തീക്കനൽ യെശയ്യാവിൻ്റെ അധരത്തെ തൊട്ടു. എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യനെന്ന് യെശയ്യാവ് കരഞ്ഞു. എനിക്ക് അയ്യോ കഷ്ടം,
യെശയ്യാവ് പറയുകയാണ്, പ്രവാചകനാണ്. കഴിഞ്ഞ 5 അധ്യായത്തിൽ പാപം ചെയ്യുന്നവരെക്കുറിച്ച് നിങ്ങൾ അയ്യോ കഷ്ടം എന്ന് പറഞ്ഞാൽ യെശയ്യാവാണ് പറയുന്നത് എനിക്ക് അയ്യോ കഷ്ടമെന്ന്. ഇതുവരെയും മറ്റുള്ളവർക്ക് കഷ്ടമെന്നാണ് പറഞ്ഞത്. മറ്റ് ആളുകളെക്കുറിച്ച് യെശയ്യാവ് പറഞ്ഞു, അവരെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾക്ക് അയ്യോ കഷ്ടം, മാതാപിതാക്കളെ അനുസരിക്കാത്തവർക്ക് അയ്യോ കഷ്ടം, വീണ്ടും മദ്യത്തിലേക്ക് ഓടുന്നവർക്ക് അയ്യോ കഷ്ടം, തിന്മ ചെയ്യാൻ മുതിരുന്നവർക്ക് അയ്യോ കഷ്ടം, അന്യായമായി സമ്പാദിക്കുന്നതിന് അയ്യോ കഷ്ടം, ഇങ്ങനെയെല്ലാം അയ്യോ കഷ്ടം മറ്റുള്ളവരെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യെശയ്യാവ് പറയുന്നു എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആധരങ്ങളുള്ള ഒരു മനുഷ്യൻ, എൻ്റെ ആധരങ്ങൾക്ക് ശുദ്ധിയില്ല കർത്താവേ, ഞാൻ ഇത്രയും നാൾ പ്രവചിച്ചു, ഞാൻ ദൈവവചന പറഞ്ഞത്, ഇത്രയും കാലം ഞാൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിനിടയിൽ വസിക്കുന്നു, എൻ്റെ കണ്ണെൻ്റെ രാജാവായ ദൈവത്തെ കണ്ടുവല്ലോ. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. യെശയ്യാവിന് എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറയാൻ തോന്നി. സഹോദരങ്ങളെ, അത് ആത്മീയ സുബോധമാണത്. എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ അപകടത്തിലായിപ്പോയല്ലോ, ഞാൻ കെടുതിയിലായിപ്പോയല്ലോ, ഞാൻ പാപത്തിൽ വീണുപോയല്ലോ, എൻ്റെ അകം അഴുക്കാണല്ലോ, എൻ്റെ അകത്ത് ഇന്നും അഹംഭാവം മുന്തി നിൽക്കുന്നല്ലോ, എൻ്റെ അകത്ത് ഹുങ്ക്, അഹന്ത, എൻ്റെ ഹൃദയത്തിൽ നിഗളം നിറഞ്ഞു നിൽക്കുന്നല്ലോ. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ സ്വയമഹത്വം, ആഭിജാത്യം, തറവാടിത്വം, എൻ്റെ കർത്താവേ, ചില പാരമ്പര്യങ്ങൾ പറയില്ലേ, അച്ഛന്മാരുടെ കുടുംബം അല്ല മെത്രാച്ചനുള്ള കുടുംബം എന്നൊക്കെ പറയില്ലേ, ചില പാരമ്പര്യങ്ങൾ, അതിലൊക്കെ പ്രശംസിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ കർത്താവ് എനിക്ക് അയ്യോ കഷ്ടം. സ്തോത്രം. യെശയ്യാവ് പറഞ്ഞു എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. എന്താണ് കാരണം? ഞാൻ ശുദ്ധിയില്ലാത്ത ആധരങ്ങളുള്ള ഒരു മനുഷ്യൻ. ഞാൻ ആ വാക്യം വായിച്ചിട്ട് ഞാൻ പറഞ്ഞു കർത്താവേ, ആധരം മാത്രമല്ല ശുദ്ധിയില്ലാത്തത്, എൻ്റെ ഹൃദയം ശുദ്ധിയില്ല, എൻ്റെ തലച്ചോറ് ശുദ്ധിയില്ല, എൻ്റെ കണ്ണുകൾ ശുദ്ധിയില്ല. കർത്താവേ, എൻ്റെ ഓരോ അവയവവും ശുദ്ധിയില്ലാത്തതാണ്. ഞാൻ പറഞ്ഞു കർത്താവിനോട്. യെശയ്യാവിന് അതേ പറയാണ്ടായിരുന്നല്ലോ, എൻ്റെ ആധരങ്ങൾ ശുദ്ധിയില്ല എന്ന്. ഞാൻ ശുദ്ധിയില്ലാത്ത ആധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ്, ഈ പാവിയായ എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുപോയല്ലോ. ദൈവത്തെ കണ്ടുപോയല്ലോ. 6 ചെറുള്ള ശ്രോഭ്യമാലാകുമാർ ദൈവത്തെ പോഴ്ത്തിക്കൊണ്ട് ദൈവം പരിശുദ്ധൻ 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 എന്ന് ആർത്ത് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടുവല്ലോ, എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. നിത്യനായ ദൈവത്തെ ആരാധിക്കുന്ന മാലാഖമാരുടെ വൃന്ദത്തെ ഞാൻ കണ്ടുവല്ലോ. 6 ചെറുള്ള മാലാഖമാർ 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട് കാല് മൂടി, 2 ചിറകുകൊണ്ട് പറന്നു നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് ആഘോഷിച്ച് മഹത്വപ്പെടുന്നത് എൻ്റെ ഈ പാപമയമായ കണ്ണുകൾ കണ്ടുപോയല്ലോ. ഞാൻ എന്തു വേണ്ടു? എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചല്ലോ. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അപ്പോൾ ആ മാലാഖമാരിലെ ഒരാൾ ഇത് യെശയ്യാവ് പറഞ്ഞപ്പോഴേക്കും ഉടനെ യെശയ്യാവിൻ്റെ ഉള്ളിൽ പാവബോധം വന്നപ്പോൾ, തെറ്റ് പറ്റിയെന്നുള്ള ബോധം വന്നപ്പോൾ ഉടനെ മാലാഖമാരിലൊരുത്തൻ കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ, സ്വർഗീയ യാഗപീഠത്തിൽ നിന്നൊരു തീക്കനലെടുത്തു, അത് കൊണ്ടുവന്ന് പറന്നു വന്നു. മാലാഖയ്ക്ക് തൊടാൻ പേടിയാണ്. തീക്കനലാണ്, തീയുടെ കൊണ്ടല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവാണത്, പരിശുദ്ധാത്മാവാണ് തീക്കട്ട. ഒരു കൊടിൽ കൊണ്ട് സ്വർഗത്തിൽ തീക്കട്ട എടുത്തുകൊണ്ടുവന്ന് പറന്നു വരികയാണ്. അനുദപിക്കുന്ന ഭാവിയിടരിലേക്ക് പറന്നു വരും ദൈവസ്നേഹം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അനുദപിക്കുന്ന ഭാവിയിടരിലേക്ക് ദൈവസ്നേഹം പറന്നു വരികയാണ്. ഒട്ടും താമസിക്കുന്നില്ല. മാലാഖമാരൊരുത്തൻ ഒരു കൊടിൽ കൊണ്ട് തീക്കനലെടുത്ത് പറന്നു വന്ന് യെശയ്യാവിൻ്റെ അധരത്തെ ആ തീക്കനൽ തൊടുവിച്ചു. സ്തോത്രം. വായിക്കൂ. അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരാശ്വാസം. ഈ തീക്കനൽ നിന്റെ അധരത്തെ തൊട്ടതിനാൽ നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു, നിന്റെ അകൃത്യം നീങ്ങിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര പെട്ടെന്നാണ് സംഭവം. ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന പ്രവാചകൻ ഇപ്പോൾ ആനന്ദമായി, കരഞ്ഞുകൊണ്ടിരുന്ന പ്രവാചകന് സമാധാനമായി. തീക്കനൽ മാലാഖ സ്വർഗത്തിൽ നിന്ന് എടുത്ത് പറന്നു വരുന്നു. ഏതാണ് ഈ തീക്കട്ട? പരിശുദ്ധാത്മാവാണ്. അത് സ്വർഗത്തിൻ്റെ തീക്കനൽ ഏതാണ്? കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു, പരിശുദ്ധാത്മാവ്, സ്വർഗത്തിൻ്റെ തീക്കനൽ കൊണ്ടുവന്ന് പ്രവാചകൻ നാവിനെ തൊടുവിച്ചു, അധരത്തെ തൊട്ടു. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ചുണ്ടിൽ മാത്രമല്ല എൻ്റെ എല്ലാ അവയവങ്ങളിലും ഈ തീക്കനൽ തൊടുവിക്കണമേ എന്ന്, എൻ്റെ അവയവങ്ങളിലൊക്കെ ഈ തീക്കനൽ തൊടുവിക്കണമേ എന്ന്, ഈ തീൻ്റെ സ്പർശം എനിക്ക് തരണമേ എന്ന്. കർത്താവേ, ഞാൻ കത്തി ദഹിക്കട്ടെ കർത്താവേ എന്ന്, എൻ്റെ പഴയ മനുഷ്യൻ കത്തി പോകട്ടെ കർത്താവേ എന്ന്.
തീക്കനൽ എടുത്തുകൊണ്ട് വന്നു, കൊടിയിൽ കൊണ്ട് എടുത്തുകൊണ്ട് വന്നു. മാലായിക്ക് തൊടാൻ പേടിയാണ്. അഗ്നിമയന്മാർ ആരേ നോക്കിൽ വിറച്ചിടുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അഗ്നിമയന്മാർ വിറകൊള്ളുന്ന നിത്യനായ ദൈവത്തിൻ്റെ സ്വർഗീയ തീക്കനൽ എടുത്തുകൊണ്ട് മാലാഖ പറന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ടോ യെശയ്യാവിൻ്റെ അധരത്തെ തൊട്ടു. ഇത് നിൻ്റെ അധരത്തെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി, നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. വേറൊന്നും ചെയ്യണ്ട. എനിക്ക് അയ്യോ കഷ്ടമെന്ന് നിലവിളിച്ചാൽ മതി. സത്യം മാത്രം മതി. കർത്താവേ, തെറ്റ് പറ്റിപ്പോയി കർത്താവേ, അബദ്ധം പറ്റിപ്പോയി കർത്താവേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിച്ചില്ല കർത്താവേ. അവളെ ഒരു അവജ്ഞയോടുകൂടിയാണ് ഞാൻ കണ്ടത്. അവളെ എനിക്ക് ഉള്ളഴിഞ്ഞ് സ്നേഹിക്കാൻ പറ്റിയില്ല. സ്നേഹമാണ്, പക്ഷേ എനിക്ക് അവളെ ഉള്ളഴിഞ്ഞങ്ങ് സ്നേഹിക്കാൻ പറ്റിയില്ല. മറ്റ് ചില സ്ത്രീകളോട് ഞാൻ എൻ്റെ ഭാര്യയെ താരതമ്യപ്പെടുത്തിപ്പോയി. എൻ്റെ കർത്താവെ, തെറ്റ് പറ്റിപ്പോയി. ദൈവത്തിന് സ്തോത്രം. എനിക്കെൻ്റെ ഭർത്താവിനെ അനുസരിക്കാൻ പറ്റിയില്ല. ഭർത്താവിന് വിനയപ്പെടണമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ അഹങ്കാരം മനസ്സ് സമ്മതിച്ചില്ല. തെറ്റ് പറ്റിപ്പോയി കർത്താവെ. ചിലപ്പോൾ ഞാൻ തർക്കുത്തരം പറയുകയും ധിക്കാരം പറയുകയൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. ഇനി എനിക്ക് ലജ്ജ തോന്നുന്നു കർത്താവെ, തെറ്റ് പറ്റിപ്പോയല്ലോ. ഞാൻ മാതാപിതാക്കളെ അനുസരിച്ചില്ല. മാതാപിതാക്കളോട് ഞാൻ ധിക്കാരം പറഞ്ഞു. മാതാപിതാക്കളോട് ഞാൻ ചിലപ്പോൾ അരിശപ്പെടുകയും കോപിക്കുകയും ചെയ്തു. ചിലപ്പോൾ ഞാൻ വിറഞ്ഞു കോപിച്ച് ധിക്കാരത്തോട് സംസാരിച്ചു. എൻ്റെ കർത്താവെ, ഇത്രയും വലിയ പാവമാണെന്ന് ഞാൻ ഓർത്തില്ല. എനിക്ക് മാത്രമല്ല തലമുറകൾക്കും ശാപം വരുന്ന പാവമാണെന്ന് ഞാൻ ഓർത്തില്ല കർത്താവെ. തെറ്റുപറ്റിപ്പോയി. അയ്യോ, എനിക്ക് അയ്യോ കഷ്ടമെന്ന് നിലവിളിച്ചപ്പോഴേക്കും മാലാഖ കൊടിൽ കൊണ്ട് തീക്കൽ കൊണ്ടുവന്ന് യെശയ്യാവിൻ്റെ അധരത്തെ തൊട്ടു. ഇത് നിൻ്റെ അധരത്തെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി, നിൻ്റെ പാവത്തിന് പരിഹാരം വരുത്തിയിരിക്കുന്നു. സ്തോത്രം. നാമല്ല പരിഹാരം വരുത്തുന്നത്, യേശുക്രിസ്തുവാണ് പരിഹാരം വരുത്തുന്നത്. ദൈവമാണ് പരിഹാരം വരുത്തുന്നത്. സ്തോത്രം. കർത്താവിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളുടെ അകൃത്യത്തിന് പരിഹാരം കിട്ടും. നാളേക്ക് മാറ്റി വയ്ക്കേണ്ട, നാളെ ആകട്ടെ വയ്ക്കേണ്ട. ഇന്ന് തന്നെ പരിഹാരം കിട്ടും. നിങ്ങൾക്ക് കർത്താവിന് പരിഹാരം കിട്ടും. പാവം എല്ലാം കർത്താവ് ക്ഷമിച്ചു തരും. ഒരു പുതിയ തീരുമാനം. എൻ്റെ കർത്താവേ, തെറ്റുകൾ പറ്റിപ്പോയി. സത്യമാണ് കർത്താവേ, എനിക്ക് ന്യായം പറയാൻ ഒന്നുമില്ല, ഒരു ന്യായവും പറയാനില്ല കർത്താവ്. ഞാൻ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിഞ്ഞില്ല കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ ഭാവം എനിക്ക് കിട്ടിയില്ല കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ ആലോചന ഞാൻ അനുസരിച്ചില്ല കർത്താവേ. പരിശുദ്ധാത്മാവിനെ ധിക്കാരത്തോടെ കണ്ടുപോയി കർത്താവേ. എൻ്റെ അഹങ്കാര മനസ്സുകൊണ്ടാണ് കർത്താവെ തെറ്റുപറ്റിപ്പോയി. ഓരോരുത്തരും തങ്ങളെ തന്നെ താഴ്ത്തി ഹൃദയപൂർവ്വം താഴ്മ ധരിച്ചുകൊണ്ട് കർത്താവോട് പറയുവിൻ, കർത്താവ് എളിമയോടെ പറയുവിൻ, കർത്താവെ തെറ്റുപറ്റിപ്പോയി. ഇത് നിൻ്റെ അധരത്തെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി, നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. സ്തോത്രം. യെശയ്യാവിന് വലിയ സന്തോഷമായി, സമാധാനമായി. കാരണം യോ കഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് യെശയ്യാവിൻ്റെ പാവമെല്ലാം മാറിയില്ലേ. എന്തൊരു സന്തോഷം. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. വലിയ ഹൃദയത്തെ ഭേദിക്കുന്നൊരു ശബ്ദമാണ് വന്നത്. മുഴങ്ങുന്നൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന്. ഞാൻ ആരെ അയക്കേണ്ടു? ആര് നമുക്ക് വേണ്ടി പോകും? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അകത്യം നീങ്ങി പാവത്തിന് പരിഹാരം വന്നപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു വിളി വരികയാണ്. ഞാൻ ആരെ അയക്കേണ്ടു? നമുക്ക് വേണ്ടി ആര് പോകും? ക്രിസ്തുവിന് വേണ്ടി സംസാരിപ്പാൻ, ക്രിസ്തുവിന് വേണ്ടി തലമുറയിൽ നിൽക്കാൻ ആരുണ്ട്? സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായിട്ട് ഈ തലമുറയിൽ നിൽക്കാൻ ആരുണ്ട്? യേശു ക്രിസ്തുവിന് വേണ്ടി ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് നിൽക്കാൻ ആരുണ്ട്? ക്രിസ്തുവിൻ്റെ ഒരു അംബാസഡറായി നിൽക്കാൻ ആരുണ്ട്? സ്വർഗത്തിൻ്റെ ഇൻട്രസ്റ്റ് ഈ ഭൂമിയിൽ നിറവേറ്റുവാനായി ക്രിസ്തുവിന് പകരം നിൽക്കാൻ ആരുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരെ അയക്കേണ്ടു? ആര് നമുക്ക് വേണ്ടി പോകും? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ നിങ്ങളുടെ അകൃത്യം നീങ്ങണം, പാവത്തിന് പരിഹാരം വരണം. ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവവേല ചെയ്യാൻ യോഗ്യരാകില്ല. അകൃത്യം നീങ്ങി പാവത്തിന് പരിഹാരം വരുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പറയുന്നത്, കർത്താവേ വയ്യ, എനിക്ക് വയ്യ കർത്താവേ, നിൻ്റെ വേല ചെയ്യാൻ എനിക്ക് യോഗ്യതയില്ല. കർത്താവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. വീണാലും നിലം പരിചാകാതെ കോരി എടുക്കുന്നവനാണ് ദൈവം. വീണ് പോയാലും അവിടെ ഇട്ടേച്ച് പോകുന്നവനല്ല, എടുത്ത് ഉയർത്തിക്കൊണ്ട് വരുന്നവനാണ് ദൈവം. സ്തോത്രം. ദൈവത്തിൻ്റെ അത്ഭുത സ്പർശമേറ്റപ്പോൾ, സ്വർഗത്തെ തീക്കനലേറ്റപ്പോൾ യെശയ്യാവിന് മോചനം കിട്ടി, പാവമോചനം കിട്ടി. ഇതിൻ്റെ അധരത്തെ തൊട്ടതിനാലിൻ്റെ അകൃത്യം നീങ്ങി നിൻ്റെ പാവത്തിന് പരിഹാരം വന്നിരിക്കുന്നു പറഞ്ഞു. ഞാൻ ആരെ അയക്കേണ്ടു? ആര് നമുക്ക് വേണ്ടി പോകും? പാവമോചനം കിട്ടിയൊരു ദൈവം ചെയ്തൽ. സ്തോത്രം. അടിനയക്കണമേ, ഞാനുണ്ട് കർത്താവേ. നീ ദാനമായി എനിക്ക് തന്ന പാവമോചനം, ദാനമായി തന്ന നിൻ്റെ കരുണയാൽ എനിക്ക് തന്ന ഈ പാവമോചനം, അകൃത്യം നീങ്ങിയത്, നിൻ്റെ സ്വർഗത്തിന് തീക്കനലിനെ തൊട്ടത് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി പൊയ്ക്കൊള്ളാം. ഞാൻ ആരെ അയക്കേണ്ടു? ആര് നമുക്ക് വേണ്ടി പോകും? സ്തോത്രം. സ്വർഗത്തിൻ്റെ വിളി കേട്ടു. യെശയ്യാവ് എളിമയോട് പറഞ്ഞു, അടിയനിതാ, അടിയനെ അയക്കണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അടിയനിതാ, അടിയനെ അയക്കണമേ. ദൈവമക്കളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പാവമോചനം പ്രാപിച്ച് കർത്താവിൻ്റെ വചനം പറയുന്നവരായി തീരണം. നിങ്ങൾക്ക് അറിവ് പറയാനല്ല, അറിവ് ജ്ഞാനവും പറയാനല്ല, നിങ്ങൾ ചിന്തിച്ച് കൂട്ടിയുണ്ടാക്കുന്ന ചില അറിവുകൾ പറയാനല്ല.
നിങ്ങൾ ആത്മാവിൽ കാര്യങ്ങൾ ഗ്രഹിച്ച്, ആത്മാവിൻ്റെ ആഴങ്ങൾ ഗ്രഹിച്ച്, സ്വർഗത്തിലെ ആലോചനാ സഭയിൽ നിരൂപിക്കുന്നതായ സത്യവചനം നിങ്ങൾ ഏറ്റുവാങ്ങി അത് ജനത്തിന് കൊടുക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതാണ് സുവിശേഷ വേല. പറ്റുമോ നിങ്ങൾക്ക്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ദൈവത്തിന് വേല ചെയ്യാൻ സാധിക്കുമോ നിങ്ങൾക്ക്? കർത്താവിൻ്റെ വേല കുറേ പുസ്തകം വായിച്ച് പഠിച്ചുള്ള വേലയല്ല ഇത്. ദൈവത്തിന് സ്തോത്രം. കുറേ പുസ്തകം വായിച്ച് കുറേ പ്രസംഗം കാണാൻ പഠിച്ച് പറയുന്ന വേലയല്ല ഇത്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗീയ കാര്യാലോചനാ സഭയിൽ നിരൂപിക്കുന്നതായ വചനം അവിടെ നിന്ന് കർത്താവിനോട് കൈനീട്ടി വാങ്ങിച്ച് ഏറ്റുവാങ്ങിച്ച് ജനത്തിന് പകർന്നു കൊടുക്കുക. അതുമാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. വചനം നമ്മുടേതല്ല. സ്തോത്രം. അത് സ്വർഗത്തിൽ നിന്ന് അയച്ചു തരുന്നതാണ്. വചനം നമ്മുടേതല്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് നല്ല ഉറപ്പുണ്ട്, എൻ്റേതല്ല വചനം. സ്തോത്രം. സ്വർഗത്തിൽ തരുന്നതാണ് വചനം. ആലോചന സ്വർഗത്തിൽ തരുന്നതാണ്. ദൈവിക ആലോചനയില്ലാതെ ഒന്നും ചെയ്യാൻ ഭാഗ്യവശാൽ എനിക്കിപ്പോൾ സാധിക്കുന്നില്ല. എല്ലാം ദൈവിക ആലോചന പ്രകാരം മാത്രം. എല്ലാം തികഞ്ഞൊന്നുമല്ല ഞാൻ പറയുന്നു. പക്ഷേ എനിക്കറിയാം ദൈവിക ആലോചനയില്ലാതെ ഒരു ചുവട് വയ്ക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അടിയനയക്കണമേ എന്ന് യെശയ്യാവ് പറഞ്ഞു. യെശയ്യാവ് പാവം സംബന്ധിച്ചു, പാവമോചനം കിട്ടി. പാവമോചനം കിട്ടിയപ്പോൾ യെശയ്യാവ് തന്നെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അടിയനയക്കണമേ. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം ഇങ്ങനെ ചിന്ത വരുന്നുണ്ട്. എനിക്ക് ഒന്നാമത് പാവമോചനം കിട്ടണം, രണ്ടാമത് കർത്താവിൻ്റെ വേല ചെയ്യണം. കർത്താവെ, എനിക്ക് ഒന്നാമത് പാവമോചനം കിട്ടണം, എൻ്റെ പാവങ്ങളെല്ലാം കഴുകപ്പെടണം, എല്ലാ പാപവും കഴുകണം, മനോഭാവത്തിലുള്ളതായ പാവങ്ങളെല്ലാം കഴുകപ്പെടണം, എൻ്റെ ചിന്താഗതിയിലുള്ള പാവങ്ങളെല്ലാം കഴുകപ്പെടണം, എൻ്റെ മനസ്സിലുള്ള നിരൂപണങ്ങളിലുള്ളതായ പാവങ്ങളെല്ലാം മുഴുവൻ കഴുകിക്കിട്ടണം. എല്ലാം ലോകമയത്വം മാറണം. ലോകമയത്വം പെർഗമോസിലെ സഭയ്ക്ക് പറ്റിയതായ ലോകമയത്വമാണ്. വേൾഡ്ലിനെസ്, ലോകമയത്വം. ലോകത്തോട് അനുരഞ്ജനപ്പെട്ടു, ലോകത്തോട് കോംപ്രമൈസ് ചെയ്തു, ലോകത്തോട് അനുരൂപപ്പെട്ടു പോകുന്നു, മനുഷ്യരോട് അനുരൂപപ്പെട്ടു പോകുന്നു, ജനത്തിലെ പ്രമാണിമാരോട് അനുരൂപപ്പെട്ടു പോകുന്നു. പ്രിയപ്പെട്ടവരെ, അവരോട് വഴക്കടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, മെത്രാസിനോടോ ബാവയോടോ വഴക്കടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നിൻ്റെ ആത്മീയം വിട്ട് ഒരു കളിയും പാടില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവം തന്ന ആത്മാവിൻ്റെ വചനം വിട്ട് ഒരടി പോലും മാറാൻ പാടില്ല. ദൈവം തന്ന വിശുദ്ധിയുടെ വചനമുണ്ട്, അത് വിട്ട് മാറാൻ പാടില്ല. എത്ര ഉന്നതനായാലും ശരി, എൻ്റെ കർത്താവ് എനിക്ക് തന്നൊരു വചനമുണ്ട്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പറയണം, നിങ്ങൾ തൻ്റെ അടുത്തോടെ പറയണം, സ്വർഗത്തിൻ്റെ യജമാൻ്റെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. സ്വർഗത്തിലെ രാജാതിരാജാവായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ വചനം പറയുന്നത്. മനുഷ്യരെയും നോക്കിയല്ല ഞാൻ വചനം പറയുന്നത്. എനിക്ക് സ്വർഗത്തിൽ നിന്ന് എൻ്റെ നാഥൻ്റെ കരുണയുള്ള കർത്താവ് എനിക്ക് പ്രതിഫലം തരും. ആ പ്രതിഫലം ദിനംപ്രതി വാങ്ങിക്കൊണ്ട് ഓരോ ദിവസവും ആയുസ് കടം തരുന്ന ആയുസ് മേടിച്ചുകൊണ്ട് ഞാൻ വേല ചെയ്യുകയാണ്. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ഞാൻ ഈ കാലങ്ങളിൽ പറയുന്നതാണ്. കർത്താവേ, ഇന്ന് സന്ധ്യയായി, ഇത്ര വരെ ജീവിച്ചു, നാളെ പ്രഭാതം കാണുമോ? പ്രഭാതം കണ്ടാൽ പറയും, കർത്താവേ, എന്തൊരു അത്ഭുതം, ഞാൻ പ്രഭാതത്തിൽ ജീവിച്ചിരിക്കുന്നല്ലോ. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് നാളെ പ്രഭാതം ഞാൻ കാണുമോ എനിക്കറിയാൻ പാടില്ല. കർത്താവേ, എന്തൊരു അത്ഭുതം, പ്രഭാതമായല്ലോ, ഞാൻ എഴുന്നേറ്റിരിക്കുന്നല്ലോ, ഞാൻ ജീവിച്ചല്ലോ. സ്തോത്രം. കർത്താവേ, സന്ധ്യയായി. കർത്താവേ, ഇന്ന് പകൽ മുഴുവൻ നീ എന്നോട് ഉണ്ടായിരുന്നല്ലോ. പകൽ, യേശുവേ, ഞാനിപ്പോൾ പകലിൻ്റെ അവസാനത്തേക്ക് വന്നിരിക്കുന്നു. എന്തൊരു അത്ഭുതം, ഞാൻ ജീവിച്ചിരിക്കുന്നല്ലോ. ഓരോ ദിവസവും യേശുക്രിസ്തു കടം തരുന്ന ആയുസ്സുമായിട്ടാണ് ഞാൻ ഈ ഭൂമി ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും യേശുക്രിസ്തു കടം തരുന്ന ആയുസ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എനിക്ക് എൻ്റേതൊന്നുമില്ല. ഹല്ലേലൂയ, എൻ്റെ അഭിപ്രായമില്ല, എൻ്റെ ശരിയില്ല, എൻ്റെ ആത്മീയമില്ല, എൻ്റെ ശുശ്രൂഷയില്ല, എല്ലാം യേശുവിൻ്റേത്. ഹല്ലേലൂയ, യേശുവിന് മാത്രം മഹത്വം. അടിമരക്ഷകനായ യേശുവിന് മാത്രം മഹത്വം. യേശുവാണ് എന്നെ നയിക്കുന്നത്, യേശുവാണ് എന്നെ നടത്തുന്നത്, യേശുവാണ് എൻ്റെ മേൽ തൻ്റെ കൃപ പകർന്നത്, യേശുവാണ് എന്നെ സ്നേഹിച്ചത്, നിത്യസ്നേഹം കൊണ്ട് എന്നെ സ്നേഹിച്ചു. വാളിന് തെറ്റിശേഷിച്ച് ഞാൻ മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഹല്ലേലൂയ, മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. വാളിന് തെറ്റിശേഷിച്ച് ഞാൻ മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. സ്തോത്രം. ഈ മരുഭൂമിയിൽ കൃപ കണ്ടെത്താൻ എനിക്ക് ഭാഗ്യം തന്നു. അനേകർക്ക് ഭാഗ്യം കിട്ടിയില്ല. കർത്താവേ, എനിക്ക് നീ അപൂർവ ഭാഗ്യം തന്നു. യേശുവിനെ തിരിച്ചറിയാനുള്ള ഭാഗ്യം തന്നു. എൻ്റെ യേശുവിനെ തിരിച്ചറിയാനുള്ള ഭാഗ്യം തന്നു. മാത്രമല്ല, യേശുവിനെ വർണ്ണിക്കാനുള്ള ഭാഗ്യം തന്നു. ഹല്ലേലൂയ, യേശുവിനെ വർണ്ണിക്കാനുള്ള ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ സ്തുതിക്കാനുള്ള ഭാഗ്യം തന്നു. യേശുവിനെ വാഴ്ത്തിപ്പാടാനുള്ള ഭാഗ്യം തന്നു. ഹല്ലേലൂയ, യേശുവിന് എൻ്റെ ജീവിതം ചെലവഴിക്കാനുള്ള ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്നും ആയില്ല, നല്ലപോലെ അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഒന്നും ആയില്ല. ഇനിയും ഏറെ ദൂരം ഓടാനുണ്ട്, ഓടി തേക്കാനുണ്ട്. പക്ഷേ ഓട്ടം തുടങ്ങിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കയ്യിലേക്ക് ഞാൻ കൊടുത്തത് അന്തിമനെ സൂക്ഷിപ്പാനും ശക്തനെ ഞാൻ ഉറച്ചിരിക്കുന്നു. സ്തോത്രം. അവൻ്റെ കയ്യിലേക്ക് ഞാൻ ഒന്ന് കൊടുത്തു, ഈ ജീവിതം കൊടുത്തു അവൻ്റെ കയ്യിലേക്ക്.
എൻ്റെ ആത്മാവിനെ കൊടുത്തു, എൻ്റെ ശരീരം കൊടുത്തു, എൻ്റെ മനസ്സിനെ കൊടുത്തു, എൻ്റെ ജീവനെ കൊടുത്തു, എൻ്റെ പ്രാണനെ കൊടുത്തു, എല്ലാം കൊടുത്തു, സർവ്വവും കൊടുത്തു. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിൻ്റേത് കൊടുത്തു. അന്ത്യം വരെ സൂക്ഷിപ്പാനാണ് ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഞാൻ ആരെ വിശ്വസിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ ദിവസം വരെ അത് കർത്താവ് സൂക്ഷിച്ചുകൊള്ളും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവിന് സ്തോത്രം. മക്കളെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് വല്ലതും തീരുമാനിക്കാൻ പറ്റുന്നുണ്ടോ? അകൃത്യം നീങ്ങി പാവത്തിന് പരിഹാരം വരുത്തുന്ന ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ മേൽ തൊടുവിക്ക് അങ്ങോട്ട് വരുന്ന തീക്കട്ട കാണാൻ പറ്റുന്നുണ്ടോ? ആ തീക്കട്ടയുമായി പറന്നു വരുന്ന നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? സ്വർഗീയ പ്രാവുകൾ പറന്നു വന്ന് ഈ തീക്കട്ട നിങ്ങളുടെ ചുണ്ടിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? വെള്ളപ്രാക്കൾ പറന്നു വരുന്നു. ഹല്ലേലൂയ, വെള്ളപ്രാക്കൾ പറന്നു വരുന്നു. ഹല്ലേലൂയ, വിശുദ്ധിയുടെ പ്രാക്കൾ പറന്നു വരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തൻ്റെയും ശിരസിന്മേൽ സ്വർഗത്തിൽ തീക്കട്ട വയ്ക്കാൻ കർത്താവ് പറന്നു വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തൻ്റെയും ആ കേടുവന്ന അവയവങ്ങളിന്മേൽ ഈ തീക്കട്ട വഹിക്കാൻ കർത്താവ് കടന്നു വരുന്നു. ദൈവത്തിന് സ്തോത്രം. രോഗം ബാധിച്ച അവയവങ്ങൾ ഈ തീക്കട്ട തൊടാൻ കർത്താവ് കടന്നു വരുന്നു. രോഗം ബാധിച്ച അകത്തോ പുറത്തുള്ള അവയവങ്ങളിൽ ഈ തീക്കട്ട പകരാൻ കർത്താവ് കടന്നു വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരെയും സൗഖ്യം വരുത്താൻ കർത്താവ് കടന്നു വരുന്നു. ബന്ധങ്ങൾ അഴിക്കാൻ കർത്താവ് കടന്നു വരുന്നു. എല്ലാ കെട്ടുകളും പൊട്ടിക്കാൻ കർത്താവ് കടന്നു വരുന്നു. എല്ലാ ശാപങ്ങൾ മാറ്റുവാൻ കർത്താവ് കടന്നു വരുന്നു. എല്ലാ പാപങ്ങൾ മാറ്റുവാൻ കർത്താവ് കടന്നു വരുന്നു. മകനേ, നിൻ്റെ ജീവിതം നീ യേശുവിന് കൊടുക്കൂ. ദൈവവേദനയെ നീ മടിക്കേണ്ട, ഇപ്പോൾ തന്നെ കൊടുക്കൂ. യേശുവിൻ്റെ വചനം അനുസരിച്ച് ഞാൻ ജീവിക്കും. ദൈവത്തോട് വാക്ക് പറയൂ. പരിശുദ്ധാത്മാവിനെ ഞാൻ മാനിച്ചും ആദരിച്ചും സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിക്കും നിങ്ങൾ തീരുമാനിക്കൂ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ അനുസരിച്ചും കീഴ്പ്പെട്ട് ഞാൻ ജീവിക്കും നിങ്ങൾ തീരുമാനിക്കൂ. ദൈവത്തിന് സ്തോത്രം. എൻ്റേതെല്ലാം താഴെ വയ്ക്കുന്ന നിങ്ങൾ കർത്താവോട് പറയൂ. യേശുവേ, ഇനി നിൻ്റേത് മാത്രം നിൻ്റേത് മാത്രം നിങ്ങൾ തീരുമാനിക്കൂ. ദൈവത്തോട് വാക്ക് പറയൂ. കരങ്ങളിൽ നിങ്ങൾ ഏൽപ്പിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുഴുവൻ യേശുവിന് കൊടുക്കുന്നവർ, എല്ലാ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന ബോധ്യമുള്ളവർ അവരുടെ കരങ്ങളെ ഉയർത്തുവീൻ. ഹല്ലേലൂയ, ഇരുകരം ഉയർത്തിക്കൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്തുവീൻ. ഹല്ലേലൂയ. എഴുന്നള്ളി വരുന്ന രാജാധിരാജന് വേണ്ടി നിങ്ങൾ വഴിയൊരുക്കുവീൻ, പാദം നിരപ്പാക്കുവീൻ. ഹൃദയത്തിലേക്ക് യേശു എഴുന്നള്ളി വരട്ടെ. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, ഞങ്ങളുടെ കരുണയുള്ള കർത്താവേ, അനുഗ്രഹീത നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ അവിടെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് ദാനമായി തന്നതിനാൽ സ്തോത്രം. സ്വർഗീയ ഗണങ്ങൾക്ക് കാവലായി നിൽക്കുന്നതിനായി സ്തോത്രം. സ്വർഗത്തിലെത്തിക്കുന്ന അനേകരുടെ നെറ്റിയിൽ പതിപ്പിച്ചതിനായി സ്തോത്രം. സ്വർഗത്തിലെത്തിക്കുന്ന അനേകരുടെ ചുണ്ടുകളിൽ തൊട്ടതിനായി സ്തോത്രം. സ്വർഗത്തിലെത്തിക്കുന്ന ഹൃദയത്തിൽ നിക്ഷേപിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണം, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അപ്പോൾ അവിടുത്തെ കരുണയും കൃപയും ഞങ്ങളെ സന്ധിച്ചതിനായി സ്തോത്രം. നാഥ, അവിടുത്തെ രണ്ടാമത്തെ വരവിൽ നിന്ന് എതിരേൽപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം തരണമേ. ഞങ്ങളെ വിശുദ്ധരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരങ്ങളെ താഴ്ത്തിയിടുക.